ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കമാണ് ഇന്ന് വാർത്താപ്പകൽ കണ്ടത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തു. കട്ടളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയ വാസു കേസിൽ 3ാം പ്രതിയാണ്. റിമാൻഡിലായ വാസുവിനെ ഉടൻ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളി കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയെന്നും മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, സർക്കാരിനും CPM-നും തിരിച്ചടിയായോ? സർക്കാരിന്റെയും CPM-ന്റെയും വിശ്വസ്തനായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ്. അരുൺ, നിർണായകമാണ് എൻ വാസുവിന്റെ അറസ്റ്റ്. 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് 14 വരെ ദേവസ്വം കമ്മീഷണറും 2019 നവംബർ 15 മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന എൻ വാസുവാണ് അങ്ങനെ ജയിലറയിലേക്ക് നീണ്ടത്. നേരത്തെ ദേവസ്വം കമ്മീഷണറായിരിക്കെയാണ് ചെമ്പ് പാളിയെന്ന് സ്വർണം പൊതിഞ്ഞ തകിടിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ആ കത്തിന്റെ പേരിലാണ് പിന്നീട് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി വെറും ചെമ്പുപാളിയാവുകയും അത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തോതിൽ കച്ചവടം നടത്തുകയും ചെയ്തത്. പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എൻ വാസു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കിങ് പിങ് എന്ന് പറയുന്നത് CPM-ന്റെ സന്തത സഹചാരി കൂടിയായ എൻ വാസു ആണ് എന്നാണ്. എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു, നേരത്തെ CPIM പാനൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മന്ത്രിയുടെ സ്റ്റാഫായിരുന്നു. അങ്ങനെ ഏറ്റവും സർവശക്തിയായ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരുൺ.